ഹലോ, എല്ലാവർക്കും നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെയും കാര്യത്തിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും എന്തൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. അവർ വിവാഹം കഴിക്കുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അതിനു മുമ്പ് നമ്മുടെ നികേഷും നിധിയും റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ് എന്ന്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, വലിയ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതെങ്കിലും കടയിൽ കണക്ക് എഴുതാനിരിക്കണം. എന്നിട്ട് നീ ഫോറിനിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവാന്നാണല്ലോ സുധീഷ് പറഞ്ഞതെന്നാണ് നമ്മളെ നിധി പറയുന്നത്. അപ്പോൾ നികേഷ് പറയുന്നത്, ഓ ഏട്ടപ്പം കള്ളത്തരം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാര്യം കൂടി ഇട്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ നികേഷ് പറയുന്നത്. എന്തായാലും നമ്മളെ നികേഷിൻ്റെ കാര്യത്തിലും സുധീഷ് തള്ളി മറിക്കുന്നതിൽ യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരീഷിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. നികേഷിനെ കുറിച്ച് ഇത്രമാത്രം തള്ളിയ സ്ഥിതിക്ക് ഹരീഷ് ഏട്ടനും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് നികേഷിന് തോന്നി. പിന്നെ നികേഷിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ട് നമ്മളെ നിധിയോട് തുറന്നു പറയാണ് കേട്ടോ. ഞാൻ ഗവൺമെൻറ് കോളേജിൽ BCom പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BCom പാസ്സാകുമെന്ന് പോലും അറിയില്ല ഏട്ടത്തിമ്മ. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത പ്ലാനിങ് ഒക്കെ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ നേരെ ഹരീഷ് ചേട്ടൻ്റെ കടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഹരീഷ് ചേട്ടൻ്റെ കട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് വന്നിട്ട് നമ്മളെ നിധിക്ക് കസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട്, ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ +2 വരെ പോയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പണിക്ക് വന്നാണ്. ഇതൊക്കെ അന്ന് പറയാനിരിക്കുകയായിരുന്നു, പക്ഷേ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ ഹരീഷ് നിധിയോട് ഇങ്ങനെ പറയുമ്പോൾ നിധിക്ക് പ്രത്യേകിച്ച് ഷോക്കൊന്നും ഇല്ല കേട്ടോ. കാരണം എന്തായാലും ഇത്രയും തള്ളി മറിച്ച് കള്ളത്തരം പറഞ്ഞ ഒരാൾ ഈ കാര്യത്തിലും സത്യം പറയാൻ പോകുന്നില്ല എന്ന് നമ്മളെ നിധിക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അവൾക്ക് ഷോക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് നിധി വീട്ടിൽ പോയിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുധീഷ് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയണം, ഈ റൂമിൽ ഒരു AC വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി പറയണം, അടുത്തൊരു തള്ള്. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെറിയ അനിയൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അപ്പോൾ സുധീഷ് ആകെ പേടിച്ച് വരണ്ടു പോകുന്നുണ്ട് കേട്ടോ. കാരണം സുധീഷിന് ഓർമ്മയില്ല താൻ എന്ത് നുണയാ പറഞ്ഞു വെച്ചെന്നുള്ള. എന്നിട്ട് നിധി പറയാണ്, ഓർമ്മയില്ല അല്ലേ, എല്ലാം ഞാൻ അറിഞ്ഞു, നികേഷ് എല്ലാം പറഞ്ഞു, ഹരീഷിൻ്റെ കടയിലും ഞാൻ പോയി എന്നൊക്കെ നമ്മളെ നിധി ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് ആകെ അതും പൊളിഞ്ഞോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചമ്മലായിട്ടുള്ളൊരു മുഖത്തോടു കൂടി നിൽക്കണം. എന്നിട്ട് അപ്പോൾ നിധി പറയുന്നുണ്ട്, നാക്കെടുത്ത ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിധിയോട് നമ്മളെ സുധീഷ് പറയും, നീ ഇങ്ങനെ വീണ്ടും ശവത്തെ കുത്തല്ലേ നിധി, നീ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയായിരുന്നോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നോ, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോ, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ വന്നിരിക്കുമായിരുന്നോ, അങ്ങനെയൊക്കെ ഓരോ ന്യായീകരണങ്ങളാട്ടോ നമ്മൾ സുധീഷ് പറഞ്ഞു വിടുന്നത്. ഇതൊന്നും നിധിക്ക് കേൾക്കാനേ താല്പര്യമില്ല. നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി സുധീഷിനെ തല്ലാൻ പോകുന്നുണ്ട്, എന്തോ സാധനമൊക്കെ എടുത്തിട്ട് തല്ലാൻ പോകുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ അവിടുന്ന് ഓടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഭാസ്കരൻ അച്ഛൻ വീട്ടിലേക്ക് ഒരു ഫോട്ടോ ഫ്രെയിമുമായിട്ട് വരുന്നതും അത് വീട്ടിൻ്റെ ചുമരിൽ ആണി അടിച്ച് തൂക്കുന്നുമുണ്ട്. അത് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്, അവരെല്ലാവരും കൂടിയുള്ളൊരു ഫാമിലി ഫോട്ടോ. അതിൽ നിധി നമ്മളെ സുധീഷിനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഫോട്ടോ വന്നതെന്നൊന്നും അറിയില്ല, എന്തായാലും ഫോട്ടോ നല്ല അടിപൊളിയാണ്. അത് കണ്ടിട്ട് നമ്മൾ ഹരീഷിനും നികേഷിനൊക്കെ വളരെയേറെ സന്തോഷമായിട്ടുണ്ട്. അവർ വിചാരിക്കുകയാണ്, നമ്മളെ കുടുംബത്തിലെ ഇങ്ങനെ ഒരു പെൺകുട്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ നികേഷിനും ഹരീഷിനൊക്കെ നല്ല രീതിയിൽ സന്തോഷമുണ്ട്. സുധീഷിനും അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് അടക്കാൻ വയ്യ. പക്ഷെ സുഭാഷ് ഏട്ടനും നമ്മളെ നിധിക്കും അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിധി അവിടെ ചെന്നിട്ട് സുഭാഷ് ഏട്ടനോട് പറയുന്നത്, എന്താ സുഭാഷ് ഏട്ടൻ ഇതൊക്കെ, ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടൻ പോയിട്ട് അച്ഛനോട് പറയുന്നത്, എന്തിനാ അച്ഛൻ ഇതിൻ്റെയൊക്കെ ആവശ്യം, ഫോട്ടോ ആൽബമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ഭാസ്കരൻ അച്ഛൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെ ഹരീഷിന് നല്ല ദേഷ്യം വന്ന്, എന്താണ് ഈ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഈ ഒരു ഫോട്ടോൻ്റെ കാര്യത്തിൽ പോലും അസൂയ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹരീഷ് സുഭാഷ് ഏട്ടനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് എന്താ സുഭാഷ് ഏട്ടന് ഇഷ്ടമില്ലാത്തത്, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കുന്നത് വരെ അവരിങ്ങനെ കഴിയാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ എവിടുത്തെ ന്യായമാണ്, ഒരു ഫോട്ടോ തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ എവിടുത്തെ ന്യായമാണ്, എന്താ സുഭാഷ് ഏട്ടൻ അങ്ങനെ എത്ര ദുഷ്ടനായതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹരീഷ് ഭയങ്കര ഹാർഷായിട്ട് നമ്മളെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ സുഭാഷ് ഏട്ടന് കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷേ പാവം അദ്ദേഹത്തിന് സത്യങ്ങളൊന്നും തുറന്ന് പറയാൻ വയ്യ. എല്ലാം സുധീഷിനും നിധിക്കും വേണ്ടി അയാൾ മറച്ചു വെക്കുകയാണ്, സത്യങ്ങളൊന്നും തുറന്ന് പറയാതെ. ഹരീഷിൻ്റെയും നികേഷിൻ്റെയും പോലെ നമ്മളെ സുഭാഷ് ഏട്ടനും നിധി സുധീഷിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. പക്ഷെ നിധിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സുഭാഷ് ഏട്ടൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ സത്യങ്ങളും എല്ലാവരും വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.